ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷിനെ അന്വേഷിച്ച് ഗായത്രി കിളിക്കൂട്ടിലേക്ക് വന്നിരിക്കുകയാണ്. സുഭാഷ് സുധീഷിനെ ചോദ്യം ചെയ്യുമ്പോൾ ഗായത്രിയോട് എന്റെ കൂടെ വാ, നമുക്ക് പുറത്തു നിന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ് സുധീഷ്. നീ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷേട്ടാ സംസാരിക്കാൻ വേണ്ടിയാ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, വേണമെങ്കിൽ സുഭാഷേട്ടന് കൂടെ വരാം. ഗായത്രി ദയവ് ചെയ്ത് എന്റെ കൂടെ വാ. അങ്ങനെ സുധീഷ് ഗായത്രിയും കൂട്ടി പുറത്തേക്ക് പോകുമ്പോൾ സുഭാഷ് ചോദിക്കണ, എന്താണ് ഇവിടെ നടക്കുന്നത്? ആ പെണ്ണ് സുധീഷിനോട് ലവ് ആണെന്നൊക്കെ പറയുന്നു. അപ്പൊ നികേഷ് പറയണ, സുഭാഷ് ഏട്ടാ ഇത് കുറച്ച് നാളായി. സുധീഷ് ഏട്ടൻ ഫോൺ ഓഫ് ചെയ്തത് ആ പെണ്ണ് ഫോൺ വിളിക്കുമെന്ന് പേടിച്ചിട്ടാ. ഇന്ന് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ സുധീഷ് ഏട്ടനെ കുറിച്ച് എന്നോട് അന്വേഷിച്ചു, അതുകൊണ്ടാ കൂട്ടിക്കൊണ്ട് വന്നത്. ഇത് കേട്ട് ഹരീഷ് ചോദിക്കണ, എടാ അതുകൊണ്ട് വീട്ടിലേക്കാണോ കൂട്ടിക്കൊണ്ടുവരുന്നത്? അപ്പൊ നികേഷ് പറയണ, പിന്നെ ഞാൻ എന്താ ചെയ്യാ? സുധീഷ് ഏട്ടൻ എന്താ ഫോൺ എടുക്കാത്തെന്ന് എന്നോട് ചോദിക്കുന്നു. ഞാനങ്ങനെ അറിയാനാ? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. എങ്കിൽ പിന്നെ വാ, സുധീഷ് ഏട്ടനെ കാണിക്കാന്ന് പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാ. ഇത് കേട്ട് സുഭാഷ് പറയണ, എന്താ ഇവർ ഇങ്ങനെയായി പോയത്? ഇതൊക്കെ നിധി അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഹരീഷ് പറയണ, ഇതെല്ലാം സുധീഷ് ഏട്ടൻ തന്നെ ഒപ്പിച്ചു വെച്ചതാ. ഏട്ടത്തിയെ വെറുപ്പിക്കാൻ വേണ്ടി ഓവറാക്കി. അനുഭവിക്കട്ടെ. വാട നികേഷ്, നമുക്ക് പോകാം. നീ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, പിന്നെന്താ വേണ്ടത്? ഇവിടെ ഇരുന്ന് ഇതെല്ലാം കാണുന്നു. നികേഷ് നീ വാ. അപ്പൊ നികേഷ് പറയണ, ഹരീഷ് ഏട്ടാ ഞാൻ ഇന്ന് ലീവ് എടുത്തോളാം. ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ എനിക്ക് വരാൻ പറ്റില്ല. ഇത് കേട്ട് ഹരീഷ് ചോദിക്കണ, നിനക്ക് എന്താടാ ഇത്ര ആകാംക്ഷ? കോളേജിൽ പോകാതെ ഇത് കണ്ടോണ്ടിരിക്കാൻ? ഇങ്ങോട്ട് വാ. ഹരീഷ് ഏട്ടാ ഒരു 10 മിനിറ്റ് എന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് പറയണ, അതൊക്കെ സുധീഷ് ഏട്ടൻ നോക്കിക്കോളും, നീ ഇങ്ങോട്ട് വാ, നമുക്ക് പോകാന്ന് പറഞ്ഞ് നികേഷിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് ഹരീഷ്. തുടർന്ന് പുറത്തേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, നീ എന്തിനാ ഇപ്പം വീട്ടിലേക്ക് വന്നത്? വീട്ടിൽ എല്ലാവരും ഉള്ളത് കണ്ടില്ലേ? അപ്പൊ ഗായത്രി പറയുന്നു, ഫോൺ എടുത്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നല്ലോ. 2 ദിവസമായിട്ട് സുധീഷിന്റെ ഫോൺ എടുക്കുന്നില്ല, എനിക്ക് നല്ല വിഷമമായി. ഇത് കേട്ട് സുധീഷ് പറയണ, ഞാൻ ഇതിനെ കുറിച്ച് നിന്നോട് സംസാരിച്ചതല്ലേ ഗായത്രി, പിന്നെന്താ? എന്തിനാ ഇപ്പം സുഭാഷ് ഏട്ടന്റെ മുന്നിൽ വെച്ച് ലവ് ആണ് അത് ഇതെന്നൊക്കെ പറയുന്നേ? സുഭാഷ് ഏട്ടൻ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? ഗായത്രി ചോദിക്കുന്നു, ലവ് എന്ന് പറയാതെ പിന്നെന്താ പറയുക? അപ്പൊ സുധീഷ് പറയണ, നീ എന്നെ പ്രണയിക്കുന്നെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ദേഷ്യത്തിൽ അവിടെ ഒന്ന് വന്നത്. ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല. ഇത് കേട്ട് ഗായത്രി ചോദിക്കുന്നു, എന്താ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ ഇഷ്ടമല്ലേ? അപ്പൊ സുധീഷ് പറയണ, ഓ ഗായത്രി, ഞാൻ വേറെ നീ വേറെ. ഞാനത് അന്ന് തന്നെ നിന്നോട് പറഞ്ഞതല്ലേ. നമുക്ക് ഈ പ്രണയം ഒന്നും ശരിയാകത്തില്ല ഗായത്രി. ഗായത്രി ചോദിക്കുന്നു, എനിക്ക് സൗന്ദര്യം കുറവാണെന്ന് തോന്നി തുടങ്ങിയോ? അതോ എന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ലേ? വാതിലിന്റെ അരികിലേക്ക് വന്ന സുഭാഷ് അവരെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് പറയണ, വെറുതെ ഓരോന്നും പറയല്ലേ ഗായത്രി, ചുമ്മാ അത് സംസാരിച്ചാൽ അത് ലവ് ആകുമോ? ഗായത്രി ചോദിക്കുന്നു, പിന്നെന്തിനാ എന്നോട് സംസാരിച്ചേ? അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ സുധീഷുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്? ഫോണിലൂടെ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. സുധീഷ് അതൊന്നും ശ്രദ്ധിച്ചില്ലേ? ടെൻഷനോടുകൂടി സുഭാഷ് പറയണ, ദേ ഗായത്രി, ഞാൻ പറയുന്ന കേൾക്ക്, നീ ചെറിയ പെൺകുട്ടിയാ, നിന്നെക്കാളും 6-7 വയസ്സ് കൂടുതലുണ്ട് എനിക്ക്. നമ്മൾ തമ്മിൽ ഇതൊന്നും ശരിയാകില്ല. അപ്പൊ ഗായത്രി പറയണ, എനിക്ക് അതൊന്നും പ്രശ്നമേ അല്ല. ഞാൻ സുധീഷിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാ സംസാരിച്ചു തുടങ്ങി. എന്നോട് ഇങ്ങനെ സംസാരിക്കാതിരിക്കല്ലേ. ഇത്രയും നാളും സംസാരിച്ചിട്ട് പെട്ടെന്ന് സംസാരിക്കാതായാൽ എനിക്ക് വിഷമമാകില്ലേ? അപ്പൊ സുധീഷ് പറയണ, ഗായത്രി നമ്മൾ തമ്മിൽ ശരിയാകില്ല. ഞാൻ പറയുന്നത് ഗായത്രിക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പൊ ഗായത്രി ചോദിക്കണ്ട, എന്താ വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നേ? എനിക്കൊരു കാരണം പറ. സുധീഷിന്റെ വീട്ടിൽ സമ്മതിക്കില്ലേ? ഞാൻ അവരോട് സംസാരിച്ചോളാം. അപ്പൊ സുധീഷ് പറയണ, ഗായത്രി നിന്നോട് കാരണം പറഞ്ഞാലും നിനക്ക് മനസ്സിലാകില്ല. ഇത് കേട്ട് ഗായത്രി ചോദിക്കണ്ട, സുധീഷ് ഒരു ഡ്രൈവറാണ്, ഞാൻ കോളേജിൽ പഠിക്കുന്നു, അതുകൊണ്ടാണോ? അപ്പൊ സുധീഷ് പറയണ, അതല്ല ഗായത്രി, ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? സുധീഷിന് എന്താ പറ്റിയെന്ന് ഗായത്രി ചോദിക്കുമ്പോൾ, ഒരു മിനിറ്റ് മോളെ എന്ന് പറഞ്ഞ് അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ്, എന്താടാ ഇതെല്ലാം? ഈ കുട്ടി ലവ് അത് ഇതെന്നൊക്കെ പറയുന്നു. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഞാൻ സംസാരിക്കട്ടെ, സുഭാഷ് ഇപ്പൊ പോ. അപ്പൊ സുഭാഷ് ചോദിക്കണ, എന്ത് സംസാരിക്കണോന്ന്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ ഗായത്രി പറയണ, സുഭാഷ് ഏട്ടാ ഞാൻ പറയാം, എനിക്ക് സുധീഷിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്രയും നാളും ഫോണിലൂടെ ഞാൻ സുധീഷിനോട് നല്ല രീതിയിലാ സംസാരിച്ചോണ്ടിരുന്നത്. സുധീഷ് എന്നോട് നല്ല രീതിയിലാ സംസാരിച്ചത്. പക്ഷെ പെട്ടെന്ന് തന്നെ അവോയ്ഡ് ചെയ്യുന്നു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അതാ ഞാൻ സുധീഷിനെ അന്വേഷിച്ചു വന്നത്. പ്ലീസ് സുഭാഷ് ഏട്ടാ, സുധീഷ് എന്നോട് സാധാരണ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ. സുഭാഷ് ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, ഗായത്രി നീ ഇപ്പൊ പോ, ഞാൻ പിന്നെ നിന്നോട് സംസാരിച്ചോളാം. അപ്പൊ ഗായത്രി പറയണ, ഇല്ല ഞാൻ പോകില്ല. സുധീഷ് പഴയതുപോലെ എന്നോട് സംസാരിക്കാമെന്ന് പറ, എങ്കിൽ മാത്രമേ ഞാൻ ഇവിടുന്ന് പോകൂ. അപ്പൊ സുഭാഷ് പറയണ, ദേ നോക്ക് മോളെ, ഇവന്റെ കല്യാണം കഴിഞ്ഞതാ. ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ സുധീഷിനെ നോക്കുകയാണ് ഗായത്രി. അപ്പൊ സുഭാഷ് ചോദിക്കണ, ഇവൻ എങ്ങനാ മോളെ പ്രണയിക്കുന്നത്? എടാ നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം നീ കുട്ടിയോട് പറഞ്ഞില്ലേ? അപ്പൊ സുധീഷ് പറയണ, ഇല്ല സുഭാഷ് ഏട്ടാ, പറയണമെന്ന് കരുതിയതാ. കണ്ണു നിറങ്ങിയ ഗായത്രി ചോദിക്കുന്നു, സുധീഷിന്റെ കല്യാണം കഴിഞ്ഞാണോ? അതെന്ന് സുധീഷ് തലയാട്ടുമ്പോൾ സുഭാഷ് പറയുന്നു, ദേ നോക്ക് മോളെ, ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ട് 7-8 മാസം കഴിഞ്ഞു. ഈ വീട്ടിലെ ഇവന്റെ ഭാര്യയുണ്ട്. മോളെന്താ ഇതുപോലും മനസ്സിലാക്കാതെ ലവ് അത് ഇത് എന്നൊക്കെ പറയുന്നേ? അപ്പൊ സുധീഷ് പറയണ, ഞാൻ തന്നെ നിന്നോട് പറയാൻ വേണ്ടി ഇരുന്നതാ ഗായത്രി. ഗായത്രി പൊട്ടിക്കരയുമ്പോൾ സുഭാഷ് പറയുന്നു, കരയാതെ മോളെ. ഗായത്രി ചോദിക്കുന്നു, സുധീഷിന്റെ കല്യാണം കഴിഞ്ഞാണോ? അതേന്ന് സുധീഷ് പറയുമ്പോൾ ഗായത്രി ചോദിക്കണ, അത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? സുധീഷ് ചോദിക്കുന്നു, പറയാൻ നമ്മുടെ ഇടയിൽ എന്തുണ്ടായിരുന്നു ഗായത്രി? നമ്മൾ ചുമ്മാ ഫ്രണ്ട്ലി ആയിട്ടല്ലേ സംസാരിച്ചുള്ളൂ. കരഞ്ഞോണ്ട് ഗായത്രി ചോദിക്കാണ്, സുധീഷിന്റെ കല്യാണം കഴിഞ്ഞതാ, അപ്പൊ ഞാൻ ആരായിരുന്നു? അപ്പൊ സുഭാഷ് പറയണ, മോളെ ഇവന്റെ കല്യാണം കഴിഞ്ഞതാ, അവനോട്
എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൻ എന്ത് പറയാനാ? അപ്പൊ ഗായത്രി പറയണ എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, എപ്പോഴും ചിരിച്ച് ചിരിച്ച് സംസാരിക്കും, ഗായു എന്ന സ്നേഹത്തോടു കൂടി വിളിക്കും. ലവ് ഇല്ലാതെ എന്തിനാ ഇങ്ങനെയൊക്കെ വിളിച്ചത്? ഞാൻ ആദ്യമൊക്കെ ഫോൺ വിളിക്കുമ്പോൾ നല്ല രീതിയിലായിരുന്നല്ലോ സുധീഷനോട് സംസാരിച്ചോണ്ടിരുന്നത്. ഇപ്പൊ 2 ദിവസമായിട്ട് അവോയ്ഡ് ചെയ്യുകയായിരുന്നു. ഇപ്പൊ സുധീഷിന്റെ കല്യാണം കഴിഞ്ഞാണെന്ന് പറയുന്നു. ഞാൻ എന്ത് ചെയ്യും? അപ്പൊ സുഭാഷ് പറയണ മോളെ, സുധീഷ് നിന്നോട് മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മോളോട് ക്ഷമ പറയുക. പക്ഷെ അവന് മോളോട് പ്രേമൊന്നും ഇല്ലായിരുന്നു, ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും സംസാരിച്ചത്. അത് തെറ്റിദ്ധരിക്കല്ലേ? ഞാൻ തെറ്റായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ ഗായത്രി എന്ന് സുധീഷ് പറയുമ്പോൾ ഗായത്രി പറയുകയാണ്, കല്യാണം കഴിഞ്ഞ കാര്യം എന്നിൽ നിന്നും മറച്ചു വെച്ചില്ലേ, എന്നെ ചതിച്ചു. അങ്ങനെ പൊട്ടിക്കറങ്ങിയ ഗായത്രി അവിടെ നിന്ന് പോവുകയാണ്. ഗായത്രി എന്ന് വിളിച്ച് സുധീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, വിവരമില്ലടാ നിനക്ക്? അന്ന് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുതെന്ന്. നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് നിനക്കറിയാലോ, അത് ആ കുട്ടിയോട് നിനക്ക് പറഞ്ഞ പോരായിരുന്നോ? പാവം കുട്ടി കരങ്ങോട്ട് പോകുന്ന കണ്ടില്ലേ? അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഞാൻ അങ്ങനെയൊന്നും ഗായത്രിയോട് സംസാരിച്ചിട്ടില്ല. അപ്പൊ സുഭാഷ് ചോദിക്കുന്നു, നീ സംസാരിക്കാഞ്ഞിട്ടാണോ നിന്നെ അന്വേഷിച്ച് അവൾ ഈ വീട്ടിലേക്ക് വന്നത്? ഒരെണ്ണം തന്നാലുണ്ടല്ലോ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചതെന്ന്. എന്ത് ഫ്രണ്ട്? കല്യാണം കഴിഞ്ഞ നിനക്ക് എന്തിനാ ഒരു ഗേൾ ഫ്രണ്ട്? നീ ആ കുട്ടിയോട് സംസാരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നോ? വിവരമില്ലാടെ നിനക്ക്? ചെറിയൊരു പെൺകുട്ടി അത്. നിധിയെ വെറുപ്പിക്കാനായി നീ ഓരോന്ന് ചെയ്ത് ഇപ്പൊ എവിടെ ചെന്ന് അവസാനിച്ചെന്ന് കണ്ടോ? നിനക്ക് വീണ്ടും നിധിയുടെ ഒപ്പം ജീവിക്കണമെന്നുള്ള ആഗ്രഹമില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്നാൽ എങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റും? ആ കുട്ടിക്ക് വലിയ വിവരം ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. അതെന്തെങ്കിലും കണുക ചെയ്താൽ നീ എന്ത് ചെയ്യും? അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഞാൻ വേണമെന്ന് കരുതിയല്ല ഇതൊക്കെ ചെയ്ത്. അപ്പൊ സുഭാഷ് പറയണ, ആ കുട്ടി എന്തെങ്കിലും തെറ്റായ തീരുമാനം എടുത്താൽ ആ ശാപവും നിന്റെ തലയിലേക്ക് വന്ന് വീഴും. ആ കുട്ടി എങ്ങോട്ടാ പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് സുഭാഷ് ഗായത്രിയുടെ പിന്നാലെ പോവുകയാണ്. സുധീഷ് വിഷമത്തോടുകൂടി നിൽക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഭാസ്കരൻ. തുടർന്ന് കരഞ്ഞുകൊണ്ട് റോഡിലൂടെ പോകുന്ന ഗായത്രിയുടെ അരികിലേക്ക് ഓടി വരികയാണ് സുഭാഷ്. കരയരുതേ മോളെ, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു. മോളുടെ വീട് എവിടാ? ഞാൻ തന്നെ കൊണ്ടുപോയി വിടാം. ഗായത്രി പറയുന്നു, ഞാൻ സുധീഷിനോട് 1 മാസമായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ കല്യാണം കഴിഞ്ഞ കാര്യം എന്നോട് പറഞ്ഞില്ല. അപ്പൊ സുഭാഷ് പറയണ, ഇങ്ങനെയൊക്കെ ആകുമെന്ന് അവൻ വിചാരിച്ചില്ല മോളെ, അതുകൊണ്ടായിരിക്കും പറയാതിരുന്നത്. മോളൊരു കൊച്ചു പെൺകുട്ടിയല്ലേ, അവനെ ഇങ്ങനെയൊക്കെ കാണുമെന്ന് അവൻ വിചാരിച്ചു കാണില്ല. അപ്പൊ ഗായത്രി പറയണ, ഇല്ല സുധീഷിനെ നന്നായിട്ട് അറിയാമായിരുന്നു ഞാൻ സുധീഷിനെ പ്രണയിക്കുന്നുണ്ടെന്ന്. നന്നായിട്ട് സംസാരിച്ചതാ, പക്ഷെ ഇത് മറച്ചു വെച്ചു. സുധീഷിനെയാണ് ഞാൻ പ്രണയിക്കുന്നതെന്ന് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. അവരോടൊക്കെ ഇനി ഞാൻ എന്ത് പറയും? അപ്പൊ സുഭാഷ് പറയണ, മോളുടെ ഫ്രണ്ട്സിനോടല്ലേ പറഞ്ഞത്, നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. സുധീഷിന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞല്ല അവരാദ്യം പറയുക സുധീഷിനുമായിട്ടുള്ള സംസാരം നിർത്താനായിരിക്കും. കരഞ്ഞോണ്ട് ഗായത്രി ചോദിക്കുന്നു, അവരൊക്കെ എന്നെ ഒരു മോശം പെൺകുട്ടിയായിട്ട് കാണില്ലേ? കല്യാണം കഴിച്ച ആളെയാണോ നീ പോയി പ്രണയിച്ചെന്ന് ചോദിക്കില്ലേ? ഇത് കേട്ട് സുഭാഷ് പറയണ, ശരി മോളെ, ഇപ്പൊ മോളെല്ലാം മനസ്സിലാക്കിയില്ലേ, അതോർത്ത് സന്തോഷിക്ക്. ആദ്യം ഈ കരച്ചിലൊന്ന് നിർത്തും മോളെ. വീട് എവിടാണെന്ന് പറ, ഞാൻ ഒരു ഓട്ടോ വിളിക്കാം, നമുക്ക് ആ ഓട്ടോയിൽ പോകാം, ഞാൻ കൊണ്ടുപോയി വിടാം. അപ്പൊ ഗായത്രി പറയുകയാണ്, എന്റെ വീട് തക്കലയില, ഞാനിവിടെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഒരു വീട്ടിൽ താമസിക്കുക. അപ്പൊ സുഭാഷ് ചോദിക്കുന്നു, ഓ അങ്ങനെയാണോ, ശരി ഞാൻ ഓട്ടോ വിളിച്ചോണ്ട് വരാമേ, ഞാൻ മോളെ വീട്ടിലാക്കാം. അങ്ങനെ സുഭാഷ് ഗായത്രിയെയും കൂട്ടി ഓട്ടോയിൽ വീട്ടിലേക്ക് പോവുകയാണ്. സുധീഷ് ആ വഴി ഓടി വരുന്നുവെങ്കിലും അവിടെയെങ്ങും ആരെയും കാണുന്നില്ല. തുടർന്ന് നിധിയുടെ ഓഫീസിൽ പ്രോജക്ട് ഡിസ്കഷൻ നടക്കുകയാണ്. സിദ്ധാർത്ഥ് സ്നേഹത്തോടുകൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുന്നു. നിധി അത് ശ്രദ്ധിക്കുന്നതേ ഇല്ല. ഈ പേന് തെളിയുന്നില്ലല്ലോ എന്ന് നിധി പറയുമ്പോൾ സിദ്ധാർത്ഥ് തന്റെ പെൻ നിധിക്ക് കൊടുക്കുകയാണ്. താങ്ക് യു എന്ന് പറഞ്ഞ അത് വാങ്ങി എഴുതുകയാണ് നിധി. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് നികേഷ്. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് പോയി നികേഷുമായി സംസാരിക്കുന്നു. നികേഷ് വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം നിധിയോട് പറയുകയാണ്. സുധീഷ് ഏട്ടൻ പെട്ടു. ഏട്ടത്തി ഓഫീസിലേക്ക് പോയതിനു ശേഷം ഗായത്രി എന്റെ അടുത്ത് വന്നായിരുന്നു. ഞാൻ ഗായത്രിയും കൂട്ടി വീട്ടിലേക്ക് പോയി. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം നികേഷ് നിധിയോട് പറയുകയാണ്. തുടർന്ന് നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും ആ പെണ്ണിനോട് പറഞ്ഞില്ല. ആ പെണ്ണ് ശരിക്കും സുധീഷ് ഏട്ടനെ പ്രണയിക്കുന്നു. സുധീഷ് ഏട്ടൻ ആകെ പെട്ടെന്ന് തോന്നുന്ന ഏട്ടത്തി. അപ്പൊ നിധി പറയണ, എങ്ങനെയെങ്കിലും ആവട്ടെടാ, വിടടാ, ഇതെല്ലാം വേണ്ടെന്ന് നിങ്ങളൊക്കെ എത്ര തവണ പറഞ്ഞതാ, കേട്ടില്ലല്ലോ? ദിവസവും പോയി കണ്ടതല്ലേ? ആ പെണ്ണിനെയും നിന്റെ ചേട്ടൻ കല്യാണം കഴിക്കട്ടെ, അതിനുവേണ്ടിയല്ലേ നിന്റെ ചേട്ടൻ പോയി കണ്ടത്? എന്താ ഏട്ടത്തി ഈ പറയുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, അതേടാ, നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആകണ്ട, സുധീഷ് അനുഭവിക്കട്ടെ, ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, നീ അത് വിട്, ഇത് സുധീഷിന്റെ പ്രശ്നം. നീ കോളേജിലേക്ക് പോകാൻ നോക്ക്, എനിക്ക് ഓഫീസിൽ മീറ്റിംഗ് ഉള്ളതാ. ശരി എന്ന് പറഞ്ഞ് നിധി കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് നിധി മീറ്റിംഗിൽ ശ്രദ്ധിക്കാനാകാതെ ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. തുടർന്ന് ഹരീഷ് വർക്ക്ഷോപ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീതു ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത ഹരീഷിനോട് നീതു പറയുകയാണ്, അവസാനത്തെ റിംഗിലാണെങ്കിലും നീ എടുത്തല്ലോ. അപ്പൊ ഹരീഷ് പറയണ, പണിയിലായിരുന്നു, നീ ആയിരിക്കുമെന്ന് കരുതിയാ വന്ന് നോക്കിയത്. അപ്പൊ നീതു പറയണ, അപ്പൊ ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കണോന്നൊക്കെയുണ്ട് നിനക്ക്. അപ്പൊ ഹരീഷ് പറയണ, അതല്ല, ഞാൻ എടുത്തില്ലെങ്കിൽ പിന്നെ അതിനായിരിക്കും നീ വഴക്കിന് വരിക, അതുകൊണ്ടാ ജോലി ഉണ്ടെങ്കിലും സാരമില്ലാന്ന് കരുതി എടുത്തേ. ഇത് കേട്ട് നീതു പറയണ, സൂപ്പർ ഹരീഷേ, നീ ഇങ്ങനെ ആയിരിക്കണം, ഞാൻ ഫോൺ ചെയ്താൽ ഉള്ള ജോലിയെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് നീ എന്റെ ഫോൺ എടുക്കണം. ഹരീഷ് ചോദിക്കുന്നു, നിന്നോട് സംസാരിച്ചോണ്ടിരുന്നാൽ പിന്നെ ജോലി ആരാ നോക്കുക? അപ്പൊ നീതു പറയണ, എന്നോട് എന്താ ഒരു ദിവസം മുഴുവൻ സംസാരിക്കുവോ? കൂടിയാൽ ഒരു 15 മിനിറ്റ് സംസാരിക്കും. എന്നോട് സംസാരിച്ചിട്ട് ജോലി ചെയ്തോ. ഇനി നീ ജോലി ചെയ്തോണ്ടിരിക്കുകയാണെങ്കിലും ഞാൻ ഫോൺ ചെയ്താൽ നീ എടുത്തിട്ട് 5 മിനിറ്റ് സംസാരിച്ചാൽ മതി. അതിനുശേഷം ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെച്ചോ. നീ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ഇടയിലെ പാതി പ്രശ്നം തീരും. അപ്പൊ ഹരീശ്വരന് ഫോൺ എടുത്തില്ലെങ്കിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയാണെന്ന് നിനക്ക് മനസ്സിലാകുമല്ലോ
കുഴപ്പമില്ലല്ലോ, പിന്നെ എന്തിനാ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അത് നല്ല ശീലമല്ലല്ലോ. ആ ശീലം നീ മാറ്റിയാലും ഈ പ്രശ്നം അവസാനിക്കുമല്ലോ. അപ്പൊ നീതു പറയണ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ കിട്ടുന്ന സമയം വളരെ കുറവാ. അത്രയും സമയം നീ എന്നോട് സംസാരിച്ചാ പോരെ? ശരി, നീ അത് വിട്. കഴിച്ചോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയണ, കഴിച്ചു. നീ കഴിച്ചോ? ഇല്ല, ഇനിയും വേണം കഴിക്കാനെന്ന് ഹരീഷ് പറയുമ്പോൾ നീതു പറയണ, കൃത്യസമയത്ത് കഴിക്കണം ഹരീഷ്. നമ്മുടെ കല്യാണത്തിന് ശേഷം ഭക്ഷണം കഴിക്കാനായി നീ വീട്ടിലേക്ക് പോവുകയൊന്നും വേണ്ട. ഞാൻ ഭക്ഷണം എടുത്തോണ്ട് കടയിലേക്ക് വരാം. നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി തരാം. അത്രയ്ക്ക് നന്നായി നിനക്ക് പാചകം അറിയാമോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയണ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്റെ വീട്ടിൽ ഞാൻ പാചകമൊന്നും ചെയ്യാറില്ല. 3 നേരവും പാത്രം കഴുകുന്നത് ഞാനാ. ഇനി അതിന്റെ കൂടെ പാചകം കൂടി വയ്യ. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ 10 വീടിന്റെ ജോലി വേണമെങ്കിലും ചെയ്യും. നീതു ചോദിക്കുന്നു, ഹരീഷേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് ഞാനാണോ പ്രധാനം അതോ നിന്റെ വീട്ടിലുള്ളവരാണോ? നിനക്ക് ഞാനാ പ്രധാനമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനാണോ നിന്റെ വീട്ടുകാരാണോ വലുതെന്ന് ചോദിച്ചാൽ നീ ആരെ ചൂസ് ചെയ്യും? അപ്പൊ ഹരീഷ് പറയണ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, എനിക്ക് രണ്ടുപേരും പ്രധാനമാ. നീതു പറയണ, ഞാൻ നിനക്ക് വേണ്ടി എന്റെ വീട്ടുകാരെ തള്ളി പറഞ്ഞു നിൽക്കുന്നില്ലേ? അതേപോലെ ഒരു സാഹചര്യം ഉണ്ടായാൽ നീ എനിക്ക് വേണ്ടി അത് ചെയ്യുവോ? പറ ഹരീഷ്. അപ്പൊ ഹരീഷ് പറയണ, ഇല്ല, ആർക്ക് വേണ്ടിയും എന്റെ വീട്ടിലുള്ളവരെ ഞാൻ തള്ളി പറയില്ല. നീതു ചോദിക്കുന്നു, എന്താ ഹരീഷ് നീ ഇങ്ങനെ പെട്ടെന്ന് മറുപടി പറഞ്ഞ്? എന്നെക്കാളിലും നിനക്ക് പ്രധാനം നിന്റെ വീടാണോ? അപ്പൊ ഹരീഷ് പറയണ, ദേ നോക്ക്, നേരത്തെ തന്നെ നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ തന്നതാ. നിനക്ക് വേണ്ടി എന്റെ വീട്ടുകാരെ വേണ്ടാന്ന് വെക്കാനൊന്നും എനിക്ക് പറ്റില്ല. എന്റെ വീട് നിന്റെ വീട് പോലെയാണെന്ന് കരുതിയോ? ഈ സമയം സീത ഉറക്കെ നീതുവിനെ വിളിക്കുകയാണ്. ദാ വരുന്നമ്മേ. ശരി ഹരീഷ്, അമ്മ വിളിക്കുന്നു, ഞാൻ നിന്നെ പിന്നെ വിളിക്കാമേ. ഇത് കേട്ട് ഹരീഷ് കോള് കട്ട് ചെയ്യുകയാണ്. നീതു പറയണ, ഇത്ര പെട്ടെന്ന് കട്ട് ചെയ്തു? ഒരു ഐ ലവ് യു ഇല്ല, ഒന്നുമില്ല. തുടർന്ന് കടയിലേക്ക് വന്ന സുധീഷ് പറയുന്നു, എടാ ഹരീഷ്, എനിക്ക് ഗായത്രിയെ കുറിച്ച് ഓർക്കുമ്പോഴേ പേടിയാ. അവൾ എന്നെ അന്വേഷിച്ച് വീട് വരെ വന്നില്ലേ? അപ്പൊ ഹരീഷ് പറയണ, സുധീഷേട്ടനല്ലേ ഫോൺ ഓഫ് ചെയ്തത്, അതുകൊണ്ടാ അന്വേഷിച്ചു വന്നത്. അപ്പൊ സുധീഷ് പറയണ, ഇല്ലടാ, എന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അവൾ അപ്സെറ്റ് ആയിട്ടിരിക്കുക. അപ്പൊ ഹരീഷ് പറയണ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത ജോലിയാ ചെയ്യുന്നതെന്ന്. അപ്പൊ സുധീഷ് പറയണ, ഇത്രയ്ക്ക് സീരിയസ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിധിയെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എത്ര നാളായി ആ പെണ്ണുമായി സംസാരിക്കാൻ തുടങ്ങിയിട്ടെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഒരു 2 ആഴ്ചയായി കാണൂടാ. എന്താ നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അവൾ അവിടുത്തെ കഥയൊക്കെ പറയും, പാതി കേൾക്കും, ബാക്കി പാതി കേൾക്കില്ല. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയും, വിഷമിച്ചെന്തെങ്കിലും പറഞ്ഞാൽ സമാധാനിപ്പിക്കും. പക്ഷെ ഇത് വെച്ച് ഇത്രയ്ക്ക് സീരിയസ് ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ ഹരീഷ് പറയണ, ഈ ലവിന്റെ കാര്യം വരുമ്പോൾ പെണ്ണുങ്ങൾ സീരിയസാ, ഇതൊക്കെ പ്രണയമാണെന്ന് അവൾ എങ്ങനെ തെറ്റിദ്ധരിച്ചെന്ന് എനിക്ക് മനസ്സിലാകാത്തെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയണ, പേടിക്കുന്ന രീതിയിലൊന്നും സംഭവിക്കില്ല. സുധീഷ് എന്നോട് ദേഷ്യം കാണും, അത്രേ ഉള്ളൂ, പതിയെ ശരിയായിക്കോളും. അപ്പൊ സുധീഷ് പറയണ, അങ്ങനെയല്ലടാ, ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പൊ ഹരീഷ് പറയുന്നു, ഇപ്പൊ ഇരുന്ന് വിഷമിച്ചിട്ട് എന്താ പ്രയോജനം? ഒരു കാര്യം ചെയ്യരുതെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യും, പിന്നീട് ഇങ്ങനെ ഇരുന്ന് വിഷമിക്കും. സുധീഷേട്ടന് മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നം സുധീഷേട്ടനെ തേടി വരുന്നതല്ല, സുധീഷേട്ടൻ പ്രശ്നത്തെ തേടി പോകുന്നതാ. എനിക്ക് എന്ത് പറഞ്ഞെന്ന് അറിയില്ല. ഇത് കേട്ട് അവിടേക്ക് വന്ന നീതു ചോദിക്കുന്നു, ഹരീഷ് എന്താ അറിയാത്തെ? അപ്പൊ സുധീഷ് പറയണ, എന്താ ആളെ കാണാത്തെന്ന് വിചാരിച്ചു, അപ്പോഴേക്കും വന്നോ? അപ്പൊ ഹരീഷ് പറയണ, ഇപ്പൊ നീ ഫോണിൽ സംസാരിച്ചിട്ട് വെച്ചതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ നീ ഇങ്ങെത്തിയോ? എന്താ വരാൻ പാടില്ലെന്ന് നീതു ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഫോണിൽ സംസാരിച്ച് വെച്ച ഉടനെ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇരുന്ന് കുറെ നേരം സംസാരിക്കും, എന്നിട്ട് വീട്ടിൽ പോയി വീഡിയോ കണ്ടോണ്ടിരിക്കും. ഇങ്ങനെ ദിവസം പൊയ്ക്കോളൂ അല്ലേ? വേറെ ജോലിയൊന്നും ഇല്ലേ നീതുവിന്? അപ്പൊ നീതു പറയണ, എനിക്ക് പ്രണയിക്കുന്നതല്ലാതെ വേറെ ജോലി ഇല്ല ബ്രോ. സുധീഷ് വിഷമത്തോടു കൂടി ആലോചിച്ചിരിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, അത് വിട് സുധീഷ് ഏട്ടാ, നമുക്ക് നോക്കാം. എന്ത് പറ്റിയെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, ഇത് വേറെ കാര്യമാ, നീ അത് വിട്. നീതു ചോദിക്കുന്നു, നീതു ചേച്ചി സുഖമായിട്ടിരിക്കുന്നു? അപ്പൊ സുധീഷ് പറയണ, അവക്ക് എന്താ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ അതെന്താ ചോദിക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയണ, ഞാൻ സുധീഷ് ഏട്ടനോടല്ലേ ചോദിച്ചത്, അതിന് നിനക്കെന്താ? മിണ്ടാതിരിക്കെ. സുധീഷ് ഏട്ടന് നിധി ചേച്ചി ഒരുപാട് ഇഷ്ടമല്ലേ? അപ്പൊ സുധീഷ് ചോദിക്കണ, എന്ത് ചോദ്യം ഇത്? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിധിയെ. ഇത് കേട്ട് നീതു ചോദിക്കണ, അപ്പൊ നിധി ചേച്ചിക്ക് വേണ്ടി സുധീഷ് ഏട്ടൻ എന്തും ചെയ്യോ? അപ്പൊ സുധീഷ് പറയണ, ഉറപ്പായും അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അപ്പൊ ഹരീഷ് പറയണ, അതെ അതെ, ഏട്ടത്തിക്ക് വേണ്ടി വേറെ പെണ്ണിനോട് വേണേലും സംസാരിക്കും. എന്താന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയണ, ഇത് വേറെ കാര്യം, നീ പറ. അപ്പൊ നീതു പറയണ, ഞാനിപ്പം സുധീഷിനോട് ഒരു കാര്യം ചോദിക്കാം. സുധീഷിന് ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുന്നു, ഒരു പ്രശ്നം വന്നു. ഒരു ഭാഗത്ത് നിധി ഏട്ടത്തി, ഒരു ഭാഗത്ത് വീട്ടുകാര്. ആരെങ്കിലും ഒരു കൂട്ടരുടെ കൂടെ മാത്രമേ നിൽക്കാൻ പറ്റൂ. സുധീഷ് ആരുടെ കൂടെ നിൽക്കും? അപ്പൊ സുധീഷ് പറയണ, എന്താ സംശയം, ഞാൻ നിധിയുടെ കൂടെ നിൽക്കും. അപ്പൊ നീതു ചോദിക്കണ, വീട് സുധീഷ് ഏട്ടനൊരു വിഷയമല്ല അല്ലേ? അപ്പൊ സുധീഷ് പറയണ, വീട്ടുകാർ വേണോ നിധി വേണോ എന്നൊരു ചോദ്യം വന്നാലേ നിധി വേണോന്ന് ഞാനങ്ങ് തീരുമാനിക്കും. ഇത് കേട്ട് നീതു ചോദിക്കാണ്, നിന്റെ ചേട്ടൻ പറയുന്നത് കേട്ടില്ലേ, നീ എന്താ പറഞ്ഞേ? അപ്പൊ ഹരീഷ് പറയണ, അതെ, എന്റെ പേര് ഹരീഷ് എന്നാ, സുധീഷ് എന്നല്ല. സുധീഷ് ടെൻഷനോടുകൂടി ഹരീഷിനെ അത് നോക്കിയിട്ട് മനസ്സിൽ പറയണേ, ഇനി ഇതെന്താണോ പ്രശ്നം? ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഗായത്രി ആണെന്ന് കരുതി ടെൻഷനോടുകൂടി സുധീഷ് ഫോണിലേക്ക് നോക്കുമ്പോൾ സുധീഷ് ഇങ്ങോട്ട് വന്നേ, എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിനെ മാറ്റി നിർത്തുകയാണ്. സുധീഷ് പറയുന്നു, ഞാൻ വിചാരിച്ചു ഗായത്രി ആയിരിക്കുമെന്ന്, ഇത് കസ്റ്റമർ കെയർ ചെയ്യുന്നായിരുന്നു. അപ്പൊ ഹരീഷ് പറയണേ, ടെൻഷൻ ആവണ്ട, നമുക്ക് നോക്കാം. നീതു മനസ്സിൽ പറയണ, എല്ലാവർക്കും അവരൊരു പ്രണയിക്കുന്ന പെണ്ണ് വലുതാണ്, ഇവൻ മാത്രമേ സ്വന്തം വീട് വലുതെന്ന് കരുതൂ. അങ്ങനെ ദേഷ്യത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ് നീതു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.